കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് താലി. ഭയങ്കര മഹത്തരമായിട്ടുള്ള പരിപാവനമായിട്ടുള്ള വിവാഹ സംബന്ധമായിട്ടുള്ള ഒരു എന്താ പറയുക, എല്ലാം കൊണ്ട് ഒരു വിവാഹം കഴിച്ച് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ഒരു അടയാളമെന്നല്ല, ജീവിതകാലം മൊത്തവും ആ താലി എന്ന് പറഞ്ഞാൽ അത്ര മഹത്തരമായിട്ട് കുലീനമായിട്ടുള്ള അർത്ഥം തന്നെ അതാണ് താലി, അല്ലേ? ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പല ആൾക്കാരും എന്നെ വിളിച്ച സ്ത്രീകൾ ഇവിടെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, താലി അബദ്ധത്തിൽ പൊട്ടിപ്പോകുന്നവരുണ്ട്, എന്നെ ഭർത്താവ് വലിച്ചു കളഞ്ഞു. അതൊക്കെ എന്തൊരു കഷ്ടമാണ്. ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ട് ആ ആളിൻ്റെ താലി നമ്മൾ പൊട്ടിക്കുക, അതൊക്കെ പറഞ്ഞ ദോഷമാണ്, ദൈവത്തിന് പോലും നിരക്കാത്തതാണ്. ചില സ്ത്രീകളുണ്ട് തനിയെ താലി പൊട്ടിക്കുക, എന്തെങ്കിലും ഒരു വൈരാഗ്യം, ചെറിയ കാര്യം മതി താലി അങ്ങോട്ട് പൊട്ടിക്കുക. 5-6 വട്ടം താലി അങ്ങനെ പൊട്ടിച്ചുള്ള സ്ത്രീ എൻ്റെ അടുക്ക് വന്നിട്ട് കരഞ്ഞിട്ടുണ്ട്. എന്തൊരു മ്ലേച്ഛമായിട്ടുള്ളവർ. അപ്പോൾ ഒരു കുടുംബജീവിതത്തെ ഏത് രീതിയിലായിരിക്കും അവരൊക്കെ കാണുക? അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീ എൻ്റെ അടുക്ക് ചോദിച്ചു, സാറേ, വളരെയധികം വിഷമത്തോടു കൂടി, കാര്യം അത് ഭർത്താവിനെ അത്യന്തം സ്നേഹിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നെ വിളിച്ച് ചോദിച്ചതായിരിക്കാം. ഭയങ്കര വിഷമത്തോടു കൂടി പറഞ്ഞു, എൻ്റെ താലി പൊട്ടിപ്പോയി. ആ താലി പൊട്ടിപ്പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോകുമോ? താലി പൊട്ടിയാൽ ഭർത്താവ് വിട്ടുപോകും, സംശയം എന്താ? സംശയമില്ലാത്ത കാര്യമാണ്. എങ്ങനെ താലി പൊട്ടുന്നത് അതിൻ്റെ നിമിത്തമാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിന് ഉളച്ചിലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള അത്ര പരിപാവനമായിട്ട് ഒരു സ്ത്രീയും കന്യാദാനം എന്നാണ് പറയുന്നത്, അല്ലേ? അച്ഛൻ ഉത്തമനായ ഒരു പുരുഷന് ആ സ്ത്രീയുടെ എല്ലാ കാര്യങ്ങളും, ശങ്കരാചാര്യരോട് പോലും പറഞ്ഞിട്ടുണ്ട്, ഭാര്യയെ പട്ടിണി കിടക്കുന്നവൻ എങ്ങനെയുള്ള ആളാണെന്ന് പോലുമുള്ള ഒരു പദ്യം പോലും ഉണ്ട് പുള്ളി എഴുതി വെച്ചിരിക്കുന്നതായിട്ടുള്ള, അല്ലേ? അപ്പം തനിയെ പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അഹങ്കാരം കൊണ്ടും അത് ആപത്തുകൾ വിളിച്ചു വരുത്തുമൊക്കെയാണ്. ദേഷ്യം വരാം, ഏതൊരാൾക്കും ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വരത്തില്ലേ? എനിക്ക് ദേഷ്യം വന്നാൽ എന്നെ കണ്ണു കുത്തിയാൽ പൊട്ടിക്കുമോ? ഇല്ല. അതറിയാം, നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല എന്നറിയാം. എൻ്റെ നെഞ്ചും കൂടി ഞാൻ പൊട്ടിക്കുമോ? ഇല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള വിഷയമാണ്. അതിനൊക്കെ പരിഹാരം പറഞ്ഞു കൊടുക്കണമെന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷേ ഈ അബദ്ധം പറ്റിയ ഒരു പാവ സ്ത്രീ എന്നെ വിളിച്ചപ്പോൾ അതിനൊരു പരിഹാരം നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? ഇല്ല, കഷ്ടമല്ലേ? കാര്യം അവർ പരിഭാവനമായിട്ടാണ് ആ ഭർത്താവിനെ സങ്കല്പിച്ച് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് അവരെൻ്റെ ഇടയ്ക്കിൽ പറഞ്ഞു, ഭർത്താവ് എന്നെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ താലി തൊടത്തില്ല. അത് എപ്പോഴും അയാൾ പറയും. പക്ഷേ ആ സ്ത്രീയെ അടിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും, വഴക്ക് പറയുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ആ സ്ത്രീയും മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം എൻ്റെ ഭർത്താവാണ്, വീട്ടുകാരല്ല. ഒരിക്കലും വീട്ടുകാരല്ല. ഒരാവശ്യത്തിന് വിളിക്കാം, അല്ലെങ്കിൽ സംസാരിക്കാം. ആ ആളിൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? അല്ലെ നിങ്ങളുടെ അച്ഛനും അമ്മയും, ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ചു, നിങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? അവർ തമ്മിലുള്ളൊരു ഐക്യം, അല്ലേ? അവരും 2 വീടുകളിൽ നിന്ന് വന്നവരല്ലേ, അവരുടെ മക്കളൊക്കെ അല്ലേ നമ്മൾ. അവരെന്തിനാ ഐക്യത്തോടു കൂടി നിൽക്കുന്നത്? 2 എണ്ണം കൊടുത്താലും കൂടെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? ആ ഭാര്യാഭർത്തൃ ബന്ധം. അതാണ് ഭാര്യാഭർത്തൃ ബന്ധം. മറ്റു പ്രേമ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് പ്രഹസനമാണ്, അല്ലേ? സത്യസന്ധമായിട്ട് പറയുകയാണ്. മറ്റേ പല ആൾക്കാരും വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധവും അല്ലാത്ത ബന്ധങ്ങൾക്ക് നമ്മൾ മറ്റു തൂക്കങ്ങളൊക്കെ കൊടുക്കും, ഇല്ലാത്തതൊക്കെ മെനച്ചെടുത്ത് നമ്മൾ പറയും, ആത്മാർത്ഥത പുറത്ത് കാണിക്കും, ഇതെല്ലാം ചെയ്യും, അല്ലേ? അതൊക്കെ സ്വാഭാവികം. അതൊക്കെ ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ടുള്ള വിഷയങ്ങളും ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ അത്ര കുലീനമായിട്ടുള്ളൊരു, അത് എല്ലാവരും മനസ്സിലാക്കണം. അത് സ്ത്രീയും മനസ്സിലാക്കണം, പുരുഷനും മനസ്സിലാക്കണം. അതുപോലെ പല ആൾക്കാരുടെയും സങ്കടങ്ങളുണ്ട്. പുരുഷൻ്റെ സങ്കടമുണ്ട്,
സ്ത്രീ മേൽക്കോയ്മ കാണിക്കുന്നു. എന്തടാ എന്ന് ചോദിച്ചാൽ ഏതടാ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ട്. സ്ത്രീ മോശമൊന്നുമല്ല, പുരുഷനും മോശമൊന്നുമല്ല. പക്ഷെ ഒരു സ്റ്റെപ്പെങ്കിലും പുരുഷന് എത്ര IPS കാരിയാണെന്നില്ലും, എത്ര IAS കാരിയാണെന്നില്ലും, എത്ര ഏത് ഇന്ദ്രാണി പദവത്തിലിരിക്കുന്നവള ആണെങ്കിൽ തന്നെയും ഭർത്താവിനെ അല്പം ഒരു 10% ബഹുമാനിക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ആചാരാനുഷ്ഠാനം അനുസരിച്ച്. പിന്നെ ഭർത്താവിൻ്റെ കയ്യിലിരിപ്പ് പോലെ വേണം, എന്നും വേണം. എങ്കിൽ തന്നെയും പലരുടെ അടുക്ക് വെച്ച് ഒരു കളിയാക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുമായിരിക്കും നന്മ. ഇത് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ആ സ്ത്രീ എൻ്റെ അടുക്കൽ ചോദിച്ചത്, താലി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ സാറേ ദോഷമുണ്ടോ, എനിക്ക് അന്ന് തൊട്ട് ഉറക്കമില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവാധീനം പോലെ അവർ തിരിച്ച് തന്നെ കിട്ടിയില്ല. അങ്ങനെ താലി പൊട്ടിപ്പോവുകയാണെങ്കിൽ നല്ല ഉത്തമമായ ഒരു ഒരു ഗോൾഡ് സ്മിത്തിനെ കണ്ടിട്ട് നല്ലൊരു താലി പണിയിക്കുക. അതിനേക്കാൾ ഉത്തമമായിട്ടൊരു താലി പണിയിച്ചതിന് ശേഷം നല്ല ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കണ്ടിട്ട് നല്ലൊരു ഉത്തമ മുഹൂർത്തം നോക്കി ഭർത്താവിൻ്റെ അടുക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു ക്ഷേത്ര സന്നിധിയിൽ കൊണ്ടുപോയി പൂജിച്ച് മംഗല്യ സൂക്തം എന്നൊക്കെ പറയുന്ന സൂക്തങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു മംഗല്യ സൂക്തം ജപിച്ച് അതിൽ ഇച്ചിരി കുങ്കുമവും ഇച്ചിരി ചന്ദനമൊക്കെ ഇട്ട് പൂവൊക്കെ ഇട്ട് ഭയഭക്തി ബഹുമാനത്തോടു കൂടി അത് വാങ്ങി നല്ലൊരു മുഹൂർത്തത്തിൽ നല്ല സന്തോഷത്തോടു കൂടി വീണ്ടും ഞങ്ങളുടെ ദാമ്പത്യബന്ധം ഉറച്ചിരിക്കണം. ഭഗവാനെ, ഇതൊക്കെ എൻ്റെ കൈപ്പിഴ കൊണ്ടോ അറിയാതോ വന്നാണ് ഞങ്ങളെ തമ്മിൽ ഒന്നിച്ച് ജീവിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അന്തസ്സായ രീതിയിലൊക്കെ താലി കെട്ടാം. ഒരു കുഴപ്പവുമില്ല. താലി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല പരിഹാര മാർഗം. അതുപോലെ താലി പൊട്ടിച്ചെറിയുന്നവരും താലി പൊട്ടിച്ചെടുക്കുന്നതായിട്ടുള്ള ഭർത്താക്കന്മാരൊക്കെ ഒരു നിമിഷമെങ്കിലും ഒന്ന് ആലോചിക്കുക. താലി മഹത്തരമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ പഴയ കാലം മുതൽ പുരാണങ്ങളിലൊക്കെ പറയുന്നത് മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കൂടെ കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ അതിന് പറയാറുണ്ട്, കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയില്ല എന്ന് പറഞ്ഞാൽ, അതുപോലെ നമ്മുടെ ജീവിതകാലം മൊത്തം വേണ്ടിയ ഒരാളാണ് ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ്. തെറ്റുകളുണ്ടോ കുറേയൊക്കെ ക്ഷമിക്കണം. ക്ഷമിച്ചേ പറ്റൂ, ക്ഷമിച്ചേ ജീവിക്കാൻ പറ്റുള്ളൂ. ഏതൊരാൾക്കും ക്ഷമിച്ചാൽ. പിന്നെ ക്ഷമയില്ല കളഞ്ഞേക്കുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാം. തീരെ അവസാന നിവൃത്തിയില്ല നെല്ലിപ്പല കാണുവാണെങ്കിൽ കളഞ്ഞിട്ട് വേറൊരാളെ സ്വീകരിക്കുക. സത്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് താലിക്കുള്ള പരിഹാരം ഇതാണ്. ഞാൻ തമാശ രീതിയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാലും നല്ല അഭികാമ്യമായിട്ടുള്ളൊരു വിഷയമാണ് എനിക്കിന്ന് കിട്ടിയത്. അത് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഇനി വീണ്ടും കാണുന്നതും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.